എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്ന കൊത്തു പൊറോട്ടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ കൊത്തു പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന കണക്കിനാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ആ ഒരു ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് പോയി നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച എല്ലില്ലാത്ത 250 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തതോ ഒരു വലിയ സവാളയുടെ പകുതിയോ സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇത് 15 മിനിറ്റ് അടച്ചു വെച്ചോ തുറന്നു വെച്ചോ കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ചെറിയ തീയിൽ ചിക്കൻ കുക്ക് ചെയ്യുമ്പോഴാണ് നല്ലതുപോലെ ജ്യൂസി ആയിട്ട് ഉണ്ടാവുക. ഒരുപാട് അങ്ങ് ഹാർഡായി പോയാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സമയം കൊണ്ട് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഹാഫ് കുക്ക്ഡ് പൊറോട്ടയാണ് ഉപയോഗിക്കുന്നത്. പൊറോട്ട ഒന്ന് ചുട്ടെടുക്കുമ്പോൾ കുറച്ച് ബട്ടറോ നെയ്യോ അതിൻ്റെ മുകളിലൊന്ന് തടവിയിട്ട് ചെയ്യുക. അപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും. പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. ചിക്കൻ ഏതാണ്ട് ഒരു 10-15 മിനിറ്റിൽ കുക്കായി വരും. അപ്പോഴേക്കും അതിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. പൊറോട്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുക്കാം. കൊത്തു പൊറോട്ട ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ചെടുത്തതോ ചോപ്പ് ചെയ്തതോ ആയിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതോ അതല്ല നേരത്തെ വലിയ സവാളയാണ് എടുത്തതെങ്കിൽ അതിൻ്റെ പകുതി സവാള ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് സമയം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. മിക്സാക്കിയതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കുറച്ച് ഗ്രേവി ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഗ്രേവി ചേർക്കരുത്, കുറച്ച് ബാക്കിയുള്ള ഗ്രേവി ചേർക്കാം. ചെറുതായി മുറിച്ച പൊറോട്ട ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയോ ക്രഷ് ചെയ്ത കുരുമുളകോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. 2 മിനിറ്റിൽ തീ ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. 4 പേർക്ക് വരെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്